ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് വി ഡി സതീശൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി ചർച്ചകൾക്ക് വേണ്ടി പോവുകയാണ്. ഇന്ന് നിർണായകമായ ചർച്ചയാണ്. 2 മണിക്കാണ് ഗവർണർക്ക് മന്ത്രിസഭ സംബന്ധിച്ച് അന്തിമ പട്ടിക കൈമാറണം. എന്നാലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ വി ഡി സതീശൻ തയ്യാറായിട്ടില്ല. ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ്. കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് വി ഡി സതീശൻ പുറപ്പെടുകയാണ്. അവസാനവട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിയ നിയുക്ത MLA മാർ ഒന്ന് റോജി എം ജോൺ എത്തിയിരുന്നു, അൻവർ സാദത്ത് എത്തിയിരുന്നു, അത് കഴിഞ്ഞ് VT ബൽറാം എത്തിയിരുന്നു. അങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും കോൺഗ്രസിന്റെ MLA മാരെ സംബന്ധിച്ച് 6 പേര് മാത്രമാണ് നമുക്ക് ഈ നിമിഷം കൺഫേമായി എന്തായാലും കോൺഗ്രസ് മന്ത്രിമാരായി ഉണ്ടാകും, ടീം VDS ഉണ്ടാകുമെന്ന് പറയാൻ കഴിയുന്നത്. ഒന്ന് രമേശ് ചെന്നിത്തല, AP അനിൽകുമാർ, K മുരളീധരൻ, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ് തുടങ്ങിയ ആളുകളുടെ കാര്യമാണ് നമുക്ക് കൺഫേം ആയി പറയാൻ കഴിയുന്നത്. മറ്റ് സ്ഥാനങ്ങളിൽ ഇപ്പോഴും ഈ നിമിഷവും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. VT ബൽറാമിന് സാധ്യത ഏറുകയാണ്. VT ബൽറാം ഇന്ന് രാവിലെ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിയിരുന്നു, മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി എത്തിയിരുന്നു. അതേപോലെ റോജി എം ജോണിന്റെ പേരും ഇപ്പോൾ സജീവ പരിഗണനയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി വരെ ചാണ്ടി ഉമ്മന്റെ പേര് കേട്ടിരുന്നു, പക്ഷേ ഇന്ന് ഒരുപക്ഷെ സാധ്യത കുറവാണെന്ന് അറിയുന്നു. അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, എങ്ങോട്ടേക്കാണ് CM-ന്റെ യാത്ര? ശരി അമൽ, ഒരുപക്ഷെ കേൾക്കാൻ കഴിയുന്നുണ്ടായാലും ഈ തിരക്കിലായിരിക്കും. അപ്പൊ എന്തായാലും കോൺഗ്രസ് മന്ത്രിമാരിൽ ഏകദേശ ധാരണയായിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇനിയും ഒരു ഫൈനൽ തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്. അതിന് വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. കുറച്ച് സമയം വരെ, മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ എന്ന് നമുക്ക് പറയാം. എന്തായാലും കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പുറപ്പെട്ടിട്ടുണ്ട്. എങ്ങോട്ടേക്കാണ് യാത്ര എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. അമൽ തേനമ്പറമ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, എങ്ങോട്ടേക്കാണ് നിയുക്ത മുഖ്യമന്ത്രിയുടെ യാത്ര? ബിഷപ്പ് ഹൗസിലേക്ക് ഇപ്പോൾ എത്തും. ബിഷപ്പ് ഹൗസിലേക്ക് എത്തി അവിടെ ക്ലിംസ് ബാവയുമായി കൂടിക്കാഴ്ച നടത്തും. അതിനായാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് അവിടേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം നൽകാനുള്ളത്, ഈ ആളുകൾക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വലിയ പരിപാടിയായി സംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. നാളെ എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങിനെ ആഘോഷമാക്കി മാറ്റുക. കഴിഞ്ഞ 10 വർഷത്തിന് ശേഷമാണ് ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത്. അതിനാൽ എല്ലാ വിധത്തിലും കളറാക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിട്ടുണ്ട്. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി എത്തും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് പ്രോട്ടോകോൾ ഓഫീസിൽ നിന്നും അറിയിക്കുന്നത്. ഇപ്പോഴും വിജയുമായി പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ആളുകളുടെ ഒരു വരവിന്റെ കാര്യമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ നിൽക്കുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് 25,000 പേർക്ക് മാത്രം എത്താൻ പറ്റുന്ന ഒരു സംവിധാനമാണ് സെൻട്രൽ സ്റ്റേഡിയം എന്ന് പറയുന്നത്. അവിടെ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാവുകയാണ്. മഴ കൂടിയുണ്ട്. അപ്പോൾ ആ കുളമാകുമോ എന്നൊരു പ്രശ്നമുണ്ട്. അവിടെ ഈ എടുത്തിട്ട മണ്ണും ഒക്കെ ഉണ്ട്. പലപ്പോഴായി പല പരിപാടികൾക്കായി അവിടെ ഈ പന്തലും മറ്റുമൊക്കെ കെട്ടി ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 25,000 പേർ എത്തുമ്പോൾ അവർക്ക് പ്രവേശനം, ചില നിയന്ത്രണങ്ങളുണ്ട് പ്രവേശനത്തിന്. ആദ്യം ഈ പാസ്സുള്ള ആളുകൾക്ക് ഒരു പരിഗണന നൽകും. DCC വഴിയും അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ സംവിധാനം വഴിയുമൊക്കെ പാസുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ആ വിതരണം ചെയ്യുന്ന പാസുകൾ ഉള്ളവർക്ക് ആദ്യ പരിഗണനയിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാനാകും. അതിനുശേഷമുള്ള അവരെ പ്രവേശിപ്പിച്ച ശേഷമാകും പിന്നീട് പൊതുജനങ്ങൾക്കുള്ള, പാസ് ഇല്ലാത്ത ആളുകൾക്കുള്ള പരിഗണന ഉണ്ടാകുക. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിറയെ ആളെ വെച്ചുകൊണ്ട് വലിയ ജനസാഗരത്തിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ എന്തായാലും UDF ക്യാമ്പിൽ നിന്നും ഉണ്ടാകുന്നത്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ അവിടെ പൂർത്തിയായി വരുന്നു. വലിയ പന്തലാണ്. സമീപകാലത്ത് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ പരിപാടിയാക്കി സത്യപ്രതിജ്ഞ ചടങ്ങിനെ മാറ്റാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അത് ബിഷപ്പ് ഹൗസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. ആ കാഴ്ചകളിലേക്ക് ഇന്ദുലേഖ രേണു നമുക്കിപ്പം ചേരുന്നുണ്ട്. ഇന്ദു, ഇന്ന് VD സതീശനെ സംബന്ധിച്ച് നിർണായക ദിവസമാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് തന്റെ മന്ത്രിസഭയിൽ തന്റെ ടീമിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് തീരുമാനിക്കാൻ ഉള്ളത്. പക്ഷെ അതിനിടയിലും സമയം കണ്ടെത്തി ബിഷപ്പ് ഹൗസിലേക്ക് എത്തുന്നു.
അതെ ആര്യ, കണ്ടോൺമെന്റ് ഹൗസിൽ നിന്നും നേരെ വി.ഡി. സതീശൻ ഇവിടേക്കാണ് എത്തിയത്. ക്ലിമിസ് ബാവയെ കാണുക എന്നൊരു ഉദ്ദേശത്തിനപ്പുറം മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയപരമായ ചർച്ച നടക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. ഒരു സൗഹൃദ സന്ദർശനം മാത്രമാണ് എന്നാണ് തുടക്കത്തിൽ പറയുന്നത്. നിലവിൽ ഇവിടെ മാണി സി കാപ്പൻ ആദ്യമേ തന്നെ എത്തിയിരുന്നു. അദ്ദേഹം ഇവിടെ ഒരു മുറിയിൽ ഇവർക്കായി കാത്തിരിക്കുന്നുണ്ട്. ഒരുമിച്ചിരുന്നൊരു സംസാരം ഉണ്ടാകുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ തനിച്ചാവുമോ സംസാരം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുമെന്നും മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് ഇരുവരും മുതിർന്നിട്ടില്ല. വന്നപ്പോൾ നിറഞ്ഞ കൈയടികളോടുകൂടി ബൊക്ക നൽകി ആശ്ലേഷിച്ചാണ് ക്ലിമിസ് ബാവ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സ്വാഗതം ചെയ്തത്. ശരി, ഇതപ്പം ബിഷപ്പ് ഹൗസിൽ നിന്നുള്ള കാഴ്ചകൾ. ഈ തിരക്കിനിടയിലും അല്പസമയം മാറ്റിവെച്ച് ബിഷപ്പ് ഹൗസിലേക്ക് എത്തുകയാണ് വി.ഡി. സതീശൻ. ക്ലിമിസ് കാതോലിക്ക ബാവയെ കാണാൻ വേണ്ടിയാണ്. ഒരു സൗഹൃദ സന്ദർശനമാണ് ഈ ഘട്ടത്തിൽ. അല്പസമയം മുൻപ് പക്ഷേ മാണി സി കാപ്പൻ കൂടി അവിടേക്ക് എത്തിയിരുന്നു. മാണി സി കാപ്പനെ സംബന്ധിച്ച് കുറേ ചെറിയ അതൃപ്തിയുണ്ട്. ചെറുതല്ലാത്ത അതൃപ്തിയുണ്ട്. ടേം വ്യവസ്ഥ എന്നുള്ളതിൽ അത്ര സന്തുഷ്ടനല്ല മാണി സി കാപ്പൻ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.